എല്ലാവരും ATMകളിൽ നിന്ന് പൈസ എടുക്കുന്നവരാണ് അല്ലെ? എന്നാൽ രാജ്യത്തുടനീളമുള്ള ATMകളിൽ നിന്ന് ഇനി തൊട്ട് പെട്ടെന്ന് പണത്തിന് ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയ നിങ്ങൾ എന്താ ചെയ്യാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വരുന്നു. നിങ്ങൾ അടുത്തുള്ള ഒരുപാട് ATMകളിൽ പോയി കാർഡ് ഇട്ടു, പിൻ നമ്പർ മേടിച്ചു, പണം പിൻവലിക്കാൻ നോക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്നത് ക്യാഷ് നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ പണമില്ല എന്ന സന്ദേശമാണ്. ശരി, ഒരു ATMൽ മാത്രമായിരിക്കും പ്രശ്നം എന്ന് കരുതി നിങ്ങൾ പല ഏരിയയിലുള്ള ഓരോരോ ATMകളിലേക്ക് ഓടുന്നു. അവിടെയും ഇതേ അവസ്ഥ. മറ്റൊരു ബാങ്കിന്റെ ATMൽ നോക്കിയാലും ഒരേ ഫലം തന്നെ. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ് ഇനിയെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. നഗരങ്ങളിലുള്ളവർക്ക് UPI ഉണ്ടെങ്കിലും ഗ്രാമങ്ങളിലും ചെറുകിട നഗരങ്ങളിലും ഉള്ള സാധാരണക്കാരുടെ അവസ്ഥ ഇനി എന്താകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അവരുടെ മാസാവസാനമുള്ള പെൻഷൻ, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള പലിശകൾ, ഇതൊക്കെ നമ്മൾ ഇനി എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്? അവരെങ്ങനെയാണ് അത് കൈപ്പറ്റുക? നമ്മളിൽ പലരും വിചാരിക്കുന്നത് UPI വന്നതോടെ ആളുകൾക്ക് ക്യാഷിന്റെ ആവശ്യം ഇല്ലാതായി എന്നാണ്. എന്നാൽ ശരിക്കൊന്ന് കണ്ണു തുറന്നു നോക്കൂ. ഇന്ത്യയിൽ ക്യാഷിനുള്ള ഡിമാൻഡ് ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ നിങ്ങളും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ കൂടി കാണേണ്ടതാണ്. ATMകളിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. ATM മെഷീനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ATM ഉപയോഗിക്കുമ്പോൾ ബാങ്കുകൾ ഈടാക്കുന്ന ചാർജുകൾ എന്തൊക്കെയാണ്? ഇനി നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനും ചാർജ് ഈടാക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ബോസ്വാല നിങ്ങളുടെ മുൻപിലേക്ക് ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ അജ്ന. അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ തന്നെ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇതുപോലെയുള്ള ദിവസവും നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളും ഒരുപാട് സ്കീമുകളും ഫിനാൻഷ്യൽ അഡ്വൈസസ് ഒക്കെയാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടിലെ ATMകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ അവയിലേക്ക് പണം എവിടെ നിന്നാണ് എത്തുന്നതെന്നും നമ്മൾ അറിയണം. നമ്മളൊരു പെട്രോൾ പമ്പിൽ പോകുന്നെന്ന് വിചാരിക്കുക. അവിടെ വലിയ ടാങ്കുകളിൽ ഇന്ധനം സംഭരിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചെല്ലുമ്പം അവരത് നമ്മുടെ വണ്ടിയിലേക്ക് അടിച്ചു തരുന്നു. ഇതേ പ്രക്രിയ തന്നെയാണ് ATMൽ നടക്കുന്നത്. ബാങ്കുകൾ തങ്ങളുടെ പണമിടപാട് കേന്ദ്രങ്ങളിൽ നിന്ന്, അതായത് കറൻസി ചെസ്റ്റ്, പ്രത്യേക സുരക്ഷാ വാനുകൾ വഴി ATM മെഷീനുകളിലേക്ക് പണം എത്തിക്കുന്നു. ഇന്ന് രാവിലെ ഒരു വാൻ വന്ന് ATMൽ പണം നിറയ്ക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം രാവിലെ വന്ന് ATMൽ പണം നിറയ്ക്കും. പകല് മുഴുവൻ ആളുകൾ വന്ന് പൈസ പിൻവലിക്കുമ്പോൾ വൈകുന്നേരത്തോടു കൂടി മെഷീനിലെ പണത്തിന്റെ അളവ് കുറഞ്ഞു വരും. ഓക്കെ, അടുത്ത ദിവസം രാവിലെ വീണ്ടും ഇവർ വന്ന് പണം റീഫിൽ ചെയ്യും. അത് നമ്മൾ ജനങ്ങൾ ഉപയോഗിക്കും. ഈ ഒരു ചക്രം, അതല്ലെങ്കിൽ ഈ ഒരു റീഫില്ലിംഗ് സൈക്കിൾ കൃത്യമായി നടന്നാൽ മാത്രമേ ATMകളിൽ ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. എന്നാൽ ഈ ചങ്ങലയിലെ ഒറ്റൊരു കണ്ണി ഒടിഞ്ഞാൽ ATMകൾ ഉടനടി നിശ്ചലമാകും. ഇപ്പൊ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ പണക്ഷാമത്തെ കുറിച്ച് ഔദ്യോഗികമായി ശബ്ദമുയർത്തിയിരിക്കുന്നത് കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി അഥവാ CATMI എന്ന സംഘടനയാണ്. ഇന്ത്യയിലുടനീളമുള്ള ATM മെഷീനുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂട്ടായ്മയാണിത്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ATMകളിൽ കടുത്ത പണക്ഷാമം ഇപ്പം അനുഭവപ്പെടുന്നുണ്ടെന്നും നമുക്കറിയാം. നമ്മൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ പോയിട്ട് കാർഡ് ഇട്ട് പൈസ നോക്കുമ്പോൾ അവിടെ പൈസ ഉണ്ടാകില്ല. സോ പൊതുജനങ്ങൾക്ക് ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും കൂടി കാണിച്ചിട്ടാണ് ഈ സംഘടന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. പല ബാങ്കുകളും ATM ഓപ്പറേറ്റർമാർക്ക് ആവശ്യമായത്ര പണം നൽകുന്നില്ലെന്നാണ് ഇവരുടെ പ്രധാന പരാതി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് വരാം. നമ്മുടെ നാട്ടില് ക്യാഷിന്റെ ആവശ്യം കുറഞ്ഞു എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ രാജ്യത്ത് ATM വഴി പണം പിൻവലിക്കാനുണ്ടായിട്ടുള്ള ആ ഒരു ഡിമാൻഡ് ഏകദേശം 94,000 കോടി രൂപയായിരുന്നു. എന്നാൽ ബാങ്കുകൾക്കും ATM ഏജൻസികൾക്കും പൊതുജനങ്ങൾക്ക് നൽകാൻ സാധിച്ച ക്യാഷ് വെറും 61,000 കോടി രൂപ മാത്രമാണ്. അതായത് ആവശ്യത്തിന്റെ 36% പണം നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. തൊട്ടടുത്ത മാസങ്ങളിൽ ഈ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരുന്നു. ഡിമാൻഡ് നിലനിൽക്കുമ്പോഴും വെറും 54,000 കോടി രൂപ മാത്രമാണ് നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. അതായത് 91,000 ഡിമാൻഡിന് നമ്മൾ കൊടുത്തത് 54,000. ഇത് വ്യക്തമാക്കുന്നത് ആവശ്യമായ പണത്തിന്റെ പകുതിയിലധികം, ഏകദേശം 57% ATMകളിൽ നമുക്ക് പണം ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല എന്നാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു പണക്ഷാമം ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതെ, റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മോശം അവസ്ഥയിലുള്ളത് കർണാടകയാണ്. കർണാടകയിലെ ATMകളിൽ ആവശ്യമായ പണത്തിന്റെ വെറും 36% മാത്രമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമായത്. അതായത് അവിടുത്തെ 64% ATMകളിൽ
മേഖലകളിലും പണക്ഷാമം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയായിട്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് 39%, അതുപോലെ തെലങ്കാനയിലാണെങ്കിൽ 41% മാത്രമാണ് നമ്മുടെ ക്യാഷ് സപ്ലൈ നടന്നിട്ടുള്ളത്. സോ ഇത്രയും വലിയൊരു പ്രശ്നത്തിന് ആരാണ് കാരണക്കാർ എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ATM ശൃംഖലയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് SBIയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം രാജ്യത്തുടനീളം SBIക്ക് 65,000-ലധികം ATM കൗണ്ടറുകളുണ്ട്. സോ മെട്രോ നഗരങ്ങളായ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലെ ATMകൾക്ക് ബാങ്കുകൾ മുൻഗണന നൽകുന്നത് വഴി നമ്മളെ ഗ്രാമീണ മേഖലകളിലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇച്ചിരി ഉൾനാട്ടിലുള്ള ATMകളൊക്കെ അവഗണിക്കപ്പെടുന്നു എന്ന് ATM ഓപ്പറേറ്റർമാർ ആരോപിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇന്ന് ഒരു ATM കൗണ്ടർ നടത്തിക്കൊണ്ട് പോവുക എന്നത് വലിയ ചെലവേറിയിട്ടുള്ള വലിയൊരു ബിസിനസ് ആയിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് ഇന്ധനവില വളരെ വർദ്ധിച്ച ഒരു സമയമാണ്. സോ ഇത് വർദ്ധിച്ചതോടെ ക്യാഷ് വാനുകളുടെ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുത്തനെ കൂടി. കൂടാതെ ATM സെക്യൂരിറ്റി ജീവനക്കാരുടെ ശമ്പളം, മെഷീനുകളുടെ മെയിൻ്റനൻസ് ചാർജോ ഇതെല്ലാം ഒരുപോലെ വർദ്ധിച്ചു. സോ മറുഭാഗത്ത് ഭൂരിഭാഗം ആളുകളും UPI ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ നമ്മൾ വിചാരിച്ചു ഓക്കെ, എല്ലാവരും ഇപ്പം ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ പിന്നാലെയാണ്. പക്ഷെ അല്ല. എന്നാൽ ഇവിടെ മറ്റൊരു ഭാഗമുണ്ട്. അതായത് എന്തൊക്കെ ഡിജിറ്റലി വന്നു കഴിഞ്ഞാലും ലിക്വിഡ് ആയിട്ട് ക്യാഷ് വേണ്ട ഒരു കൂട്ടം ആളുകൾ, അവരാണ് ഇപ്പോൾ വലയാൻ പോകുന്നത്. ആളുകൾക്ക് UPI ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ATMകളിൽ നടക്കുന്ന ഇടപാടുകളുടെ എണ്ണം പണ്ടത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നല്ല. ചെലവ് കൂടുകയും എന്നാൽ ATMൽ നിന്നുള്ള വരുമാനം കുറയുകയും ചെയ്തതോടെ പല സ്വകാര്യ ഏജൻസികളും ATMകളെ കൃത്യമായി പരിപാലിക്കാൻ മടിക്കുന്നു എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാരണം. ഇതാണ് പല ATMകളും ഇപ്പൊ പൂട്ടിക്കിടക്കാൻ കാരണം. അതല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ അത് ഉപയോഗ ശൂന്യമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ച് മെസ്സേജ് വരും. സോ ഇന്ത്യയിൽ ഈ ഒരു കറൻസി ക്ഷാമം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ RBIയുടെ ഔദ്യോഗിക ഡാറ്റ പ്രകാരമുള്ള ഒരു ഡീറ്റെയിലിംഗ് ഞാൻ തരാം. അപ്പൊ ഇന്ത്യയിൽ മൊത്തത്തിൽ പണത്തിന് ക്ഷാമം ഉണ്ടോ എന്നല്ലേ അറിയേണ്ടത് അല്ലെ? എന്നാൽ റിസർവ് ബാങ്കിന്റെ കണക്കുകൾ നോക്കിയാൽ ഉത്തരം അല്ല എന്നാണ്. RBIയുടെ ഡാറ്റ പ്രകാരം ഏകദേശം 42 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ കറൻസി നിലവിൽ വിപണിയിൽ ലഭ്യമാണ്. അതായത് രാജ്യത്ത് പണത്തിന് ഒരു കുറവുമില്ല. പ്രശ്നം പണത്തിന്റെ ലഭ്യതയുമല്ല, മറിച്ച് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിതരണ സംവിധാനത്തിലാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ആണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ATMുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. ഇനി നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ വീഡിയോ കാണാൻ വരെ ഉണ്ടായ ഒരു കാരണമായിരിക്കും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ April 1, 2026 മുതൽ പുതിയ ATM നിയമങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് പ്രകാരം ലിമിറ്റ് കഴിഞ്ഞാൽ ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു ATMൽ പോയി പണമില്ലാത്തത് കൊണ്ട് അപ്പോഴും പെടുന്നത് നമ്മളാണ്. അതായത് നമ്മളൊരു ATMൽ പോയി പണമില്ലാത്തത് കൊണ്ട് ഇടപാട് ചിലപ്പം ഫെയിൽഡ് എന്ന് കാണിക്കും, ഫെയിൽഡ് ട്രാൻസാക്ഷൻസ്. അതും ബാങ്ക് ചാർജ് ഈടാക്കുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. ഈ കാര്യത്തിൽ RBIയുടെ നിയമം വളരെ വ്യക്തമാണ്. ATM മെഷീനിലെ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ പണമില്ലാത്തത് കൊണ്ടോ ഒരു ട്രാൻസാക്ഷൻ, നിങ്ങൾ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ റോങ് അല്ലെങ്കിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിനെ അൺസക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ആയിട്ടേ കണക്കാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ പോലും ബാങ്കുകൾക്ക് ഈടാക്കാനുള്ള അധികാരവുമില്ല, അവകാശവുമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും. സോ ഇതൊരു താൽക്കാലിക വിതരണ പ്രശ്നം മാത്രമാണ് കേട്ടോ. ഇത് നമുക്ക് കുറെ കാലം ഉണ്ടാകും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ആണ്. എങ്കിലും ഒരു മുൻകരുതലായി ഒരു മാസത്തെ നമ്മുടെ അത്യാവശ്യ ചെലവുകൾക്കുള്ള പണം എമർജൻസി ക്യാഷ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. UPI, ഇന്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാം. ഇതൊക്കെ ഒന്നിലധികം പേയ്മെന്റ് ഓപ്ഷനുകൾ നമുക്കുണ്ട് എന്നറിയാം. എങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ സ്കാൻ ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരുപക്ഷെ ഫെയിൽഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്ക് റിലേറ്റഡ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് നിങ്ങൾ പെടുക. അതുകൊണ്ട് ലിക്വിഡ് മണി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ പോലും നമ്മൾ അവിടെ ചിലപ്പോൾ ബ്ലാങ്ക് ആവും. ഒരുപക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും, നമുക്ക് FD ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നില്ല. അതായത് കാരണം എന്താണ്? ബാങ്ക് സെർവർ എറർന്ന് കാണിക്കുക. അതായത് ബാങ്ക് അപ്പോൾ നിങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ ആണ് നമ്മൾ സ്റ്റക്ക് ആവാൻ പോകുന്നത്. അതുകൊണ്ട് ലിക്വിഡ് മണി എല്ലാവരും എടുത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളം ഇപ്പോൾ ഈ ലിസ്റ്റിൽ ആയിട്ടില്ല. പക്ഷേ ലേറ്റർലി കേരളത്തിലും ഇതാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ പല ATMകളിൽ പോകുമ്പോഴും നമുക്കറിയാം ഒരു 4 കിലോമീറ്ററിൽ 4 ATM ഉണ്ടാവും. പക്ഷെ 4 ATM ആകെ ഒരു ATMൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ പതുക്കെ ഗ്രാജുവലി ബാധിക്കും. അതിനോടൊപ്പം തന്നെ ഇത് ഇങ്ങനൊരു പ്രശ്നം ഇല്ലാതാക്കാനുള്ള മുൻകരുതലുകൾ RBI എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. യെസ്, അപ്പൊ ഇതൊക്കെയാണ് ഇതിനൊരു അപ്ഡേറ്റ്സ് പറയാനുള്ളത്. അപ്പൊ കേരളത്തിലുള്ളവരും മുൻകരുതലുകൾ എടുത്തു തുടങ്ങുക. കുറച്ച് ലിക്വിഡ് മണി നമ്മൾ കയ്യിൽ കരുതി വെക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.